വിധവ പെൻഷൻ മുടങ്ങിയതിനെതിരായ മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിന് കോടതിയുടെ രൂക്ഷ വിമർശനം. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. 78 വയസ്സായ വൃദ്ധയാണ് പെൻഷൻ മുടങ്ങിയതിൽ കോടതിയെ സമീപിച്ചത്. മുതിർന്ന പൗരയായ ഹർജിക്കാരിയുടെ പരാതി ആരാണ് പരിഹരിക്കേണ്ടതെന്ന് സർക്കാരിനോട് കോടതിയുടെ ചോദ്യമുണ്ടായി. ഹർജി നാളത്തേക്ക് മാറ്റി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ കോടതിയുടെ ചോദ്യം കൃത്യമാണ്. മുതിർന്ന പൗരയായ ഹർജിക്കാരിയുടെ പരാതി ആരാണ് പരിഹരിക്കേണ്ടതെന്ന് കോടതി ചോദിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു നാണമില്ലാത്ത സർക്കാർ, അങ്ങനെ തന്നെ പറയണം. സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് കോടതിയിൽ ആവർത്തിക്കുകയാണ്. പക്ഷെ മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പണം ഉണ്ടല്ലോ എന്ന് കോടതി ഒരുപക്ഷെ മറുപടി ഇല്ലാത്തൊരു ചോദിക്കുകയും ചെയ്യുന്നു. എന്തായാലും നാളെയാണ് ഹർജി പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? ലക്ഷ്മി, ജൂലൈ മാസം മുതൽ തന്റെ വിധവാ പെൻഷൻ 5 മാസത്തോളമായിട്ട് മുടങ്ങിക്കിടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇടുക്കി അടിമാലി സ്വദേശിനിയായിട്ടുള്ള മറിയക്കുട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജി ഇന്ന് പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിന് നേരെ ഉയർന്നത്. 78 വയസ്സായ ഒരു വൃദ്ധയാണ് പെൻഷൻ മുടങ്ങിയതിൽ നിലവിൽ കോടതിയെ സമീപിച്ചത്. സർക്കാരിന്റെ പ്രശ്നങ്ങൾ താൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഈ മുതിർന്ന പൗരയായ ഹർജിക്കാരിയുടെ പ്രശ്നങ്ങൾ ആരാണ് പരിഹരിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് സർക്കാരിന് നേരെ ഹൈക്കോടതി ഉന്നയിച്ചത്. മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ സർക്കാരിനുണ്ട്. പക്ഷേ ഈ പണം, അതായത് ഒരു പെൻഷൻ അടക്കം മുടങ്ങിയ കാര്യത്തിൽ ഒരു മുൻഗണന നൽകിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പണം കൊടുക്കാൻ വയ്യെങ്കിൽ ഏകദേശം 10,600 രൂപയാണ് പെൻഷൻ മുടങ്ങിയതിൽ കുടിശ്ശികയായിട്ട് മറിയക്കുട്ടിക്ക് സർക്കാർ നൽകുവാനുള്ളത്. ഈ പണം കൊടുക്കാൻ കഴിയില്ല എങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചെലവെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചു. ഒപ്പം തന്നെ മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂവെന്നും ഹൈക്കോടതി നിലപാടെടുക്കുകയും ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുള്ള കാര്യമാണ് സർക്കാർ അഭിഭാഷക ഇന്ന് ഹൈക്കോടതിയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏപ്രിൽ മാസം മുതൽ കേന്ദ്രത്തിന്റെ പെൻഷൻ വിഹിതം സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. ഇത് ഇരട്ടി ഭാരം ഉണ്ടാക്കുന്നു എന്നുള്ള പരാമർശവും അല്ലെങ്കിൽ അത്തരമൊരു നിലപാടും കൂടി സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചു. അതിനുശേഷമാണ് ഈ മറ്റു കാര്യങ്ങൾക്ക് സർക്കാരിന് പണം ചെലവഴിക്കാനുണ്ടല്ലോ, എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ, പെൻഷൻ മുടങ്ങിയതടക്കമുള്ള വിഷയങ്ങൾ മുൻഗണന നൽകി പരിഹരിക്കുന്നില്ല എന്നുള്ള ചോദ്യം വിമർശന സ്വരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ പെൻഷൻ എപ്പോൾ നൽകാനാകുമെന്ന കാര്യത്തിൽ സർക്കാർ ഒരു മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഈ പെൻഷൻ വിഹിതം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം ഉണ്ടായിട്ടുണ്ടോ, ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. എന്തായാലും പെൻഷൻ മുടങ്ങിയ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനമാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത്. ആവർത്തിച്ച് KSRTCയുടെ വിഷയത്തിൽ അടക്കം ഈ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് സർക്കാർ മറ്റു പല ആവശ്യങ്ങൾക്കും പണം ചെലവഴിക്കുന്നത്. എന്തുകൊണ്ട് ഈ പെൻഷൻ വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നില്ല? മുൻഗണന നൽകാത്തതാണ് പ്രശ്നമെന്നും ഹൈക്കോടതി ആവർത്തിച്ച് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. തനിക്ക് മരുന്നും മറ്റ് ആഹാരം അടക്കമുള്ള ചെലവുകൾക്ക് ഉപയോഗിക്കുന്നത് ഈ പെൻഷൻ തുകയാണ്. ഈ പെൻഷൻ മുടങ്ങിയത് മൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നാണ് മറിയക്കുട്ടിയുടെ അഭിഭാഷക ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും പെൻഷൻ കുടിശ്ശിക ഉടൻ തന്നെ വിതരണം ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഹർജിയിൽ മറിയക്കുട്ടി ഉന്നയിച്ചിരിക്കുന്നത്. പുതുവത്സരത്തിന് മുൻപായി പെൻഷൻ കുടിശ്ശിക ലഭിക്കാൻ കോടതിയുടെ ഇടപെടൽ വേണമെന്നാണല്ലോ രേഷ്മ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മറിയക്കുട്ടിയുടെ ഒരു ഹർജി ചെന്നിരിക്കുന്നത്. നാളെ ഈ ഹർജിയുടെ തുടർച്ചയുണ്ട്, പരിഗണിക്കലിന്റെ തുടർച്ചയുണ്ടാകും എന്ന് മനസ്സിലാകുന്ന കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പക്ഷേ വിമർശനങ്ങളിലും മറ്റും നമുക്ക് മറിയക്കുട്ടിക്ക് തീർച്ചയായും അനുകൂലമായ ഒരു സമീപനം തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം. അത് പക്ഷേ അതിനുള്ള തുക സർക്കാർ എവിടുന്ന്? കാരണം ഒരു മറിയക്കുട്ടിയെ മാത്രമല്ല, അനേകം പേർക്ക് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനും വിധവാ പെൻഷനൊക്കെ മുടങ്ങിയിട്ട് കാലങ്ങളായി. മാത്രമല്ല ഇതിൽ വലിയൊരു തിരിച്ചടി ഈ സർക്കാരിനെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ച് ദേശാഭിമാനിക്കെതിരെ കൂടി രേഷ്മ ഈ മറിയക്കുട്ടി ഒരു പരാതി, മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നഷ്ടപരിഹാരവും ശിക്ഷയും നൽകണമെന്ന് ആ കേസിൽ, ആ ഒരു പരാതിയിൽ ആവശ്യം വെച്ചിട്ടുണ്ട്. ലക്ഷ്മി, മറിയക്കുട്ടി വിഷയം വലിയ രീതിയിൽ ചർച്ചയായ സമയത്ത് CPMന്റെ അണികൾ സോഷ്യൽ മീഡിയയിൽ അടക്കം മറിയക്കുട്ടിക്കെതിരെ ഒരു പ്രചരണം നടത്തിയിരുന്നു. മറിയക്കുട്ടിക്ക് 1.5 ഏക്കറോളം ഭൂസ്വത്തും ഒപ്പം തന്നെ മക്കൾക്ക് കാര്യക്ഷമമായിട്ടുള്ള രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയും ഉണ്ട് എന്നുള്ളൊരു പ്രചരണമായിരുന്നു. ഇതിനെതിരെയാണ് മറിയക്കുട്ടി മാനനഷ്ട കേസ് അടക്കം കീഴ്ക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ ഹൈക്കോടതിയിൽ ഇത്തരം ഒരു ഹർജി നൽകിക്കൊണ്ട് തനിക്ക് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ കോടതിയുടെ ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് സമീപിക്കുകയും ചെയ്തു. ഇന്ന് ഹൈക്കോടതി ഹർജി പരിഗണിച്ച വേളയിൽ എടുത്തിട്ടുള്ള
സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് മറിയക്കുട്ടിക്ക് അടക്കം പെൻഷൻ നൽകിയേ തീരൂ. മാത്രമല്ല മറിയക്കുട്ടി മാത്രമല്ല നിരവധി പേർ ഈ ക്രിസ്മസ് കാലത്ത് പെൻഷൻ മുടങ്ങിയ ആ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ വേണമെന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. നാളെ സർക്കാരിന്റെ ഒരു വിശദീകരണം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ്, ഇടക്കാല ഉത്തരവെങ്കിലും പുറപ്പെടുവിക്കുക. എന്തായാലും പെൻഷൻ വിതരണത്തിൽ അതിൽ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ വേണമെന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചത്. മാത്രമല്ല മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ. ഇത്രയും മുതിർന്ന പൗരയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു വൃദ്ധ ഈ ഒരു വിഷയം, ഈ പെൻഷൻ മുടങ്ങിയതിൽ അതിൽ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് പോലും വലിയ പരിതാപകരമാണ് എന്നുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ അത്തരമൊരു പരാമർശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. രേഷ്മ, അടിമാലി പഞ്ചായത്തിന്റെ കൂടി വിശദീകരണം, സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണമാണ് കോടതി തേടിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ വിശദീകരണം നൽകിയിട്ടുണ്ടോ? പഞ്ചായത്തിന്റെ വിശദീകരണം കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ അത് രേഖാമൂലം നൽകിയിട്ടില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ നിലവിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി സർക്കാർ നേരിടുന്നുണ്ട്. മാത്രവുമല്ല ഈ പെൻഷൻ വിഹിതം, കേന്ദ്രം ഒരു പെൻഷൻ വിഹിതം നൽകേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ കേന്ദ്രത്തിന്റെ പെൻഷൻ വിഹിതം തങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇതും ഇത്തരത്തിൽ പെൻഷൻ വിതരണം മുടങ്ങിയതിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇരട്ടി ഭാരമാണ് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതെന്നാണ് സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. പഞ്ചായത്തിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ രേഖാമൂലം നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ ഈ പെൻഷൻ മുടങ്ങിയ പെൻഷൻ കുടിശ്ശിക തുക എപ്പോൾ വിതരണം ചെയ്യാനാകുമെന്ന കാര്യത്തിൽ നാളെയാണ് വിശദീകരണം ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതിനുശേഷം താനൊരു ഉത്തരവിടുമെന്ന് കൂടിയുള്ള മുന്നറിയിപ്പ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരുന്നു. മറിയക്കുട്ടിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ വാർദ്ധക്യ പെൻഷൻ, ഒപ്പം തന്നെ വിധവാ പെൻഷനൊക്കെ ലഭിക്കാതെ മാസങ്ങളായി മരുന്നിനോ അവശ്യ സാധനങ്ങളോ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ജനതയ്ക്ക് ആശ്വാസമായ കോടതി വിധി ഉണ്ടാകട്ടെ, കോടതി വിധിയിൽ നിർബന്ധിതരായി സർക്കാർ ആ പണം കൊടുത്തു തീർക്കാറാകട്ടെ എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചതുമാണ്, എന്തെങ്കിലുമൊക്കെ തൊഴിൽന്യായം പറഞ്ഞുകൊണ്ട് AG കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കും എന്നുള്ളൊരു സാധ്യതയാണ് മുന്നിലുള്ളത്. ലക്ഷ്മി, ഈ മറിയക്കുട്ടിയുടെ വിഷയം പരിഗണിച്ച വേളയിൽ തന്നെ ഈ പെൻഷൻ വിതരണം മുടങ്ങിയതിൽ, അത് മറ്റ് വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് KSRTC ജീവനക്കാരുടെ പെൻഷൻ മുടങ്ങിയതിൽ അടക്കം നേരത്തെ സർക്കാർ ഇത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതായത് സർക്കാർ പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് തന്നെ പെൻഷൻ ഉടൻ നൽകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് നേരത്തെയും സമാനമായിട്ടുള്ള മറ്റ് വിഷയങ്ങളും സർക്കാർ സ്വീകരിച്ചിരുന്നു. ഇന്ന് ഈ ഹർജി പരിഗണിച്ചാലും സമയത്തും ഹൈക്കോടതി ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഈ പെൻഷൻ, അതായത് മറ്റ് കാര്യങ്ങൾക്കെല്ലാം സർക്കാർ പണം ചെലവഴിക്കുന്നുണ്ട്, മുൻഗണന നൽകാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഹർജിക്കാരിയെ പോലുള്ള ആളുകളുടെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിൽ ഒരു മുൻഗണന സർക്കാർ നൽകുന്നില്ല? മറ്റു പലതിനും നൽകുന്ന മുൻഗണന ഇത്തരം ആളുകളുടെ കാര്യത്തിലാണ് നൽകേണ്ടത്, അവർക്കാണ് മുൻഗണന നൽകേണ്ടത്. മാത്രമല്ല മറിയക്കുട്ടിയെ പോലെയുള്ള നിരവധി പേർ, അവർക്കാണ് ഹൈക്കോടതി പരിഗണന നൽകുന്നതെന്നും കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഹൈക്കോടതി ഗൗരവകരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് നിലവിൽ സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ എപ്പോൾ ഈ കുടിശ്ശിക തുക വിതരണം ചെയ്യാനാകുമെന്ന കാര്യത്തിൽ മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. വിധവാ പെൻഷൻ 5 മാസമായി മുടങ്ങിയതിനെതിരെ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയുണ്ടായി. കൃത്യമായി പെൻഷൻ നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രശ്നമായി മുന്നിൽ നിൽക്കുന്നതെന്നാണ് സർക്കാർ കോടതിയിൽ മറുപടി നൽകിയത്. ഹർജി നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയായിരുന്ന രേഷ്മ, ഒപ്പം തന്നെ പ്രതികരിച്ച അതിഥികൾക്ക് ഒരിക്കൽ കൂടി നന്ദി.